നൻപനൻപികളെ ഇത് നമ്മുടെ കൂട്ടുകാരനാണ് ജോയൽ. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ സ്ഥലം പത്തനംതിട്ടയാണ്. അപ്പോൾ പത്തനംതിട്ട നടന്നിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് 2 ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ പത്തനംതിട്ട അബാൻ ജംഗ്ഷൻ അടുത്തുള്ള ഹെയ്ഡേ ബാറിൽ വെച്ചിട്ട് ആ ബാറിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നിരപരാധികളായിട്ടുള്ള 2 പേരെ ആണെങ്കിൽ പോലീസുകാർ അടിച്ചവശനാക്കിയിട്ട് തലക്കൊക്കെ അടിച്ചിട്ട് എന്താ പറയുക, വധശ്രമം എന്ന് തന്നെ അതിനെ പറയാം. ഓക്കെ, അങ്ങനത്തെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടാവാനുള്ള കാരണം വെച്ചാൽ പോലീസുകാർ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു അക്രമം ചെയ്യാനുള്ള കാരണം വെച്ചാൽ ആ ഒരു ബാറിലാണെങ്കിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട്, അതായത് രാത്രി ഒരു 11 മണി വരെ എന്തോ കണ്ടല്ലേ ബാർ ഉണ്ടാവുള്ളൂ. അപ്പം അത് 10 മണി എന്തോ വരെ അത്രേ ബാർ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്നിട്ട് സാധനം വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കശപിച്ച കാര്യങ്ങളൊക്കെ അതിന്റെ പേരിൽ ബാറുകാരാണ് പോലീസുകാരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണം, കുറച്ച് അലമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പം ഈ അവർ പോലീസുകാർ വന്നിട്ട് നേരെ കാണുന്നത് ഇവർ 2 പേര്, അതായത് ഈ ഒരു നിരപരാധിയായിട്ടുള്ള ആ ഒരു ചേട്ടൻ ആ ഒരു ചേച്ചിയും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്, ഇവരെയാണ് അടിച്ച് അവശയാക്കിയേക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു സംഭവത്തിന്റെ അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള സംഭവത്തിന്റെ ഒരു റിപ്പോർട്ട് എങ്ങോട്ട് വെക്കാം. തൊട്ടടുത്ത ട്രാവലർ നിർത്തിയിട്ടിട്ടുണ്ട്. അതിൽ സ്ത്രീകളടക്കമുള്ള ആളുകളുണ്ട്. അവരോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാനുള്ള ഒരു ക്ഷമ പോലും പോലീസ് കാണിച്ചില്ല. സത്യത്തിൽ ഈ വണ്ടിയിൽ വാഹനത്തിൽ വന്നവരാണ് പ്രശ്നമുണ്ടാക്കിയതെങ്കിൽ പോലീസിന് അക്കാര്യം തിരക്കാം, നടപടിയിലേക്ക് പോകാം, കേസെടുക്കാം. അതിനു മുതിരാതെ കയ്യിൽ കിട്ടിയ ലാത്തിയുമായി രാത്രിയിൽ കേട്ടപാതി ഇറങ്ങുന്നു, കയ്യിൽ കിട്ടിയവരെല്ലാം തല്ലുന്നു. ബാറിന് സൈഡിൽ നിന്നവരായെന്ന് ഒറ്റ കാരണത്താലാണ് ഇവരെ മർദ്ദിച്ചത്. സത്യത്തിൽ ഈ ബാറിലേക്ക് വന്നവരാണോ, പ്രശ്നമുണ്ടാക്കിയവർ പിരിഞ്ഞു പോയോ? ഇത്തരം പ്രാഥമിക വിവരങ്ങൾ പോലും ഈ SI ജിനുവും സംഘവും അന്വേഷിച്ചില്ല. ഈ പോലീസ് സംഘത്തെ വളരെ വ്യക്തമായി തന്നെ CCTV-യിൽ കാണാം. ഓക്കെ, അപ്പം അവിടെ ബാറിൽ വന്നിട്ട് ആ പ്രശ്നമുണ്ടാക്കിയ ആൾക്കാർ ആരാണ്, എന്താണ്, അങ്ങനത്തെ ഒരു അന്വേഷണ കാര്യങ്ങൾ നടത്താതെ ബാറിന്റെ ഫ്രണ്ടിൽ കണ്ട് കുറച്ച് പേരെ അങ്ങോട്ട് നേരെ പോയിട്ട് അങ്ങ് തല്ലിച്ചതയ്ക്കാണ് ചെയ്തത്. അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയതെന്നോ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതാണ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ പത്തനംതിട്ടയുടെ പോലീസുകാരാണ്, നമ്മുടെ സ്ഥലത്തെ പോലീസുകാരാണ്. അല്ല, സൂപ്പർ ഉണ്ട്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. പത്തനംതിട്ടയിൽ നമുക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരുപാട് നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യനായിട്ട് കാണാൻ പറ്റുന്ന, വലിയ ഷോ ഓഫ് ഒന്നും കാണിക്കാതെ മാന്യമായിട്ട് പോകുന്ന അടിപൊളി കുറേ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കെല്ലാം നാണക്കേട് ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ കുറച്ച് ഏമാന്മാരുണ്ട്. ഈ അടി കിട്ടിക്കഴിഞ്ഞിട്ട് അവിടുത്തെ ആ ഒരു ലേഡി അല്ലെങ്കിൽ ആ ഒരു ചേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് വെക്കാം. SIയെ SP ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു, എന്താണ് പറയാനുള്ളത്? SP ഓഫീസിലോട്ട് സ്ഥലം മാറ്റി എന്താ പറയാനുള്ളത് എന്നുള്ളത്. SP ഓഫീസും പത്തനംതിട്ട ഇതിപ്പോ നടന്നേക്കുന്നത് കുമ്പഴ ഭാഗത്താണ്. കുമ്പഴ ഭാഗത്ത് എവിടെയാണ് ഹേഡേ ബാർ ഉള്ളത്. അതിന്റെ അടുത്തുള്ള ഒരു കുമ്പഴ പോലീസ് ആയിരിക്കുന്ന ഉറപ്പൊന്നും, പക്ഷെ അതിന്റെ അടുത്തുള്ള ഈ SP ഓഫീസ് എന്ന് പറയുന്നത് അവിടെ ഒരു 3 കിലോമീറ്റർ മാറിയുള്ളത്. അങ്ങോട്ടേക്ക് സ്ഥലം മാറ്റിയതൊക്കെ പറയുമ്പോഴത്തേക്ക് അതെന്ത് അല്ല, കുമ്പഴ പോലീസ് ആണെങ്കിലും പത്തനംതിട്ട ടൗണിലെ പോലീസ് ആണെന്ന് പറഞ്ഞാലും SP ഓഫീസിലൂടെ സ്ഥലം മാറ്റി എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള സ്ഥലത്തോടാണ്. സാറിന്റെ ഒരു ഡിസ്ട്രിക്ട് ഒരു 10 കിലോമീറ്റർ ഡിഫറൻസ് പോലും വരുന്നില്ല. തൊട്ടപ്പുറത്താ 3 കിലോമീറ്റർ മാറിയ SP ഓഫീസ്. അപ്പൊ ഒരു നിയമപാലകരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ചില വീഴ്ചകൾ വരുമ്പോൾ സ്ഥലം മാറ്റുന്നത് ഈ രീതിയിലാണ്. എന്തായാലും ബാക്കി ആ ചേട്ടൻ പറയുന്നേക്കാം. ഞങ്ങൾക്ക് ഈ ഒരു നടപടി, ഞങ്ങൾക്കൊരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഞങ്ങളെ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനോട് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു 4-5 പേര് ഞങ്ങളുണ്ടായിരുന്നു. അത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഞങ്ങളെ യാതൊരു അവിടെ അവർക്കൊരു തെറ്റ് കാണിക്കാൻ പറ്റത്തില്ലാത്ത രീതി ഞങ്ങളവിടെ ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളവിടെ ചുമ്മാ നിൽക്കുമായിരുന്നു. ഇവരൊരു ജീപ്പിന് വന്ന് ഇറങ്ങി ഓറാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഓടിച്ചിട്ട് അങ്ങ് അടിക്കുമായിരുന്നു. എന്നെ കാരണം എന്ന് പോലും ചോദിച്ചിട്ട് ഇവർക്കൊന്നും പറയാനില്ല. ഞങ്ങളെ അങ്ങ് മർദ്ദിക്കുമായിരുന്നു. ഞങ്ങൾ ഓടി, ഞങ്ങൾ 2 പോയി വീണപ്പോഴും അവർ ഞങ്ങൾ നിലത്ത് കടത്തി അങ്ങ് അടിക്കുമായിരുന്നു. ഞങ്ങളുടെ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ഇറങ്ങുമ്പോഴേ അടിക്കുന്ന പരിപാടി നമ്മുടെ നാട്ടിൽ ഇതില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചത്. അവിടുത്തെ പോലീസുകാരൻ ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ലൈക്ക് കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 12 മണി ആയി കഴിയുമ്പോൾ അമ്മാര് വന്ന് കുറച്ച് ഷോ ഒക്കെ ഇറക്കും. അമ്മാര് ഒന്നും ചോദിക്കത്തൊന്നുമില്ല, ആദ്യം തല്ലി കഴിഞ്ഞിട്ട് കുറച്ച് കൂടിപ്പോയാൽ മാത്രമേ പിന്നെ അവർ വന്നിട്ട് അയ്യോ മോനെ ഞങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി ഇതാണെന്ന് പറയുന്നത്. അവരുദ്ദേശിക്കുന്നത് ബാംഗ്ലൂർ ഒരു സ്ഥലത്ത് കുറച്ച് സേഫ് ആയിട്ടിരിക്കണം. അതിപ്പോൾ ആണായാലും പെണ്ണായാലും അവിടെ അങ്ങനെ ഉണ്ട്. തല്ല് കിട്ടുന്നതിനൊന്നും ഒരു മയമൊന്നുമില്ല. പിന്നെ അവിടെ നമ്മൾ മുടക്കിയിട്ടുമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മുടെ തൊട്ടപ്പുറത്തെ സ്ഥലം നമ്മൾ ഇവിടെ എങ്ങനെ സംഭവിക്കുന്നു പറയുമ്പോഴത്തേക്കും സാധാരണ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലൈക്ക് അവർ വന്നിട്ട് എന്താണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് കാര്യം പറയുമ്പോഴത്തേക്ക് അവരങ്ങ് പോവാം. ഇതിപ്പോ അങ്ങനൊന്നും അല്ല. ഇവിടെ വീണിട്ടും പിന്നെ ഭയങ്കര ക്രൂരമായിട്ട് ഇവരുടെ വിഷ്വൽസ് ഒക്കെ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ ചില മറ്റേ ആടിസൂട്ടവിടെ അടിക്കടക്കം അങ്ങനത്തെ വിഷയമുണ്ട്. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും ക്രൂരമായിട്ടാണ് ഇവരെ മർദ്ദിച്ചേക്കുന്നത്. CCTV കണ്ടിട്ട് നമുക്ക് ബാക്കിയുടെ പുള്ളി പറഞ്ഞേക്കാം. കൂടെ ഉണ്ടാകാനുണ്ട് ഇവനൊക്കെ തൊടയെല്ലാം അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കുക. വൈഫിൻ്റെ ഷോൾഡറെല്ലാം പോയി, ഇതുപോലെ കൈ ഇഞ്ചുറി ആയി, എല്ലാം പരിക്കുക. ഈ ഒരു നടപടി ഞങ്ങൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ തല അടിച്ച് പൊട്ടിച്ച് ഈ ഒരു നമുക്കറിയാം ഹെഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം തന്നെയാണ്. അപ്പോൾ ആ രീതിക്കുള്ളൊരു കേസ് ഉണ്ടാകണം പുള്ളിക്കെതിരെ. പിന്നെ അക്രോസിറ്റി ആക്ട് പ്രകാരം ഞങ്ങൾ ദളിത് വിഭാഗത്തിലുള്ളവരെ ഞങ്ങളെ എവിടെ വെച്ചാലും കണ്ടാലും തല്ലാന്നുള്ളൊരു ബോധമായിരിക്കും പുള്ളിക്കുള്ളത്. പക്ഷേ അതൊന്നും ഒരിക്കലും ഞങ്ങൾ അംഗീകരിച്ച് കൊടുക്കത്തില്ല. ഇതിനൊക്കെ ഏത് അവസാനം വരെ ഞങ്ങൾ ഇതിനു വേണ്ടി പോകും.
പുള്ളിയുടെ ജോലി തന്നെ പോകണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. പുള്ളിയുടെ അല്ല, ആ കൂടെ ആരൊക്കെ ഞങ്ങൾ ആക്രമിച്ചോ അവരെല്ലാം ഇനി ഒരിക്കലും സർവീസിലുണ്ടാകാൻ പാടില്ല. ഇവരിപ്പോ ഈ ചേട്ടൻ പറഞ്ഞേക്കുന്ന സാധനം വെച്ചാല് സീരിയസ് ആയ കാര്യമാണ് പുള്ളി ജോലി പോകണം എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. കാര്യം അത്രയും നമുക്കാണെങ്കിൽ അടി കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലീസുകാരന് ഒരു സസ്പെൻഷൻ കൊടുത്തിട്ട് അവനെ പൊന്നെ പോവുക കരളെന്ന് പറയാനൊക്കെ നമ്മൾ പറയില്ലല്ലോ. നമ്മളതിന് മറ്റേ എന്താ പറയാ മഹാത്മാഗാന്ധിജി ഒന്നല്ലോ ഇപ്പറം കാണിച്ചു കൊടുക്കുക. അല്ല, പുള്ളി ഈ പറയുന്ന ഡിസ്മിസ് ചെയ്യണമെന്ന് പറയുമ്പോഴും ഈ ട്രാൻസ്ഫർ ആണ് കൊടുത്തേക്കുന്നത്. ഈ കുറച്ച് ഈ 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള SP ഓഫീസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ് ഈ പറയുന്ന സ്വീകരിച്ചേക്കുന്ന നടപടി എന്ന് പറയുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം മറ്റേ മുക്കത്താണെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായല്ലോ, മറ്റേ ഒരു ലേഡീനെ ആണെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പൊ ആ ഒരു ലേഡീനെ ആണെങ്കിൽ പീഡിപ്പിക്കാൻ കൊണ്ട് ആ ഹോട്ടലിലെ ആൾക്കാർ ചെന്നതാണ്, അച്ഛനെ പോലാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ഒരു പെൺകുട്ടി അതിന്റെ ബിൽഡിങ്ങിന്റെ മണ്ടക്കൊന്ന് എടുത്ത് ചാടി. അവസാനം ആ ഒരു പെൺകുട്ടി ചാടിയതിന്റെ കാരണം ഇതിങ്ങനെ പോലീസുകാരുടെ അടുത്ത് ആ മൊഴി കൊടുത്തിട്ട് പോലീസുകാർ FIRൽ ഇത് മാറ്റി തിരുത്തി എഴുതി. അതായത് പെൺകുട്ടി അതിന്റെ മണ്ടങ്ങ് ചാടി, അല്ലാതെ ഇങ്ങനെ വന്ന് എന്തോ ആൾക്കാരെ ഉപദ്രവിക്കാൻ വന്നോ ആ സാധനങ്ങളൊന്നും ഇല്ലാതെ നേരെ ചാടി. അതായത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന്റെ പേരിൽ. അപ്പം ഇങ്ങനത്തെ കുറെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലെ സേനയിൽ ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ആൾക്കാർക്കും കൂടെ നാണക്കേടാണ്. ഓക്കെ, എന്തായാലും ഇനി ആ ചേച്ചി പറയുന്ന കാര്യം കൂടെ ഇങ്ങോട്ട് വെക്കാം. പോലീസ് വണ്ടി പെട്ടെന്ന് വന്ന് നിൽക്കുന്നത്, അതിനകത്ത് നിന്ന് ചാടി ഇറങ്ങി എന്താ ഇവിടെ ചോദിച്ചിട്ട് അടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വന്ന് അടിക്കാനുള്ളൊരു സാഹചര്യം അന്തരീക്ഷം അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായില്ല. തിരിച്ച് ചോദിക്കാൻ ഓങ്ങിയപ്പോൾ പോലും ഒന്നുകൂടെ അടിക്കുകയാണ് ചെയ്തത്. അടിച്ച സമയത്ത് ഞാനും ഹസ്ബൻഡും കൂടെ മറിഞ്ഞ് വീണ് കിടന്നപ്പോഴും അടിച്ചു ഹസ്ബൻഡിനോട്ട്. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സംഘർഷാവസ്ഥ അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവണ്ടേ ആ ഒരു കാരണം കൊണ്ടായിരിക്കും അടിച്ചതെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇത് ഒരു പ്രകോപനവും ഇല്ലാതെ അടിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത എന്താണെന്നുള്ളത്. എന്തിനാണ് അടി കിട്ടിയെന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോമഡി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടില് സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ് ഈ പോലീസിനെ കാണുമ്പോൾ കൂടുക എന്നുള്ളത്. അതിന്റെ മെയിൻ റീസൺ ഇതാണ്. അവര് ഇങ്ങനെ ചോദിക്കുകയും പറയുകയെന്ന് ചെയ്യാൻ അടിക്കുക. അതിൽ മിക്ക ആൾക്കാർക്കും പോലീസിനെ കാണുമ്പോൾ ഒരു പേടിയുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് അവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെ അടിച്ചിട്ട് നമുക്ക് തിരിച്ചടിച്ചത് കേസ് വേറെ. നമ്മളിപ്പോ ഞാൻ നിന്നെ അടിച്ചപ്പോ നീ എന്നെ തിരിച്ചടിച്ച അത് വിഷയമില്ല. പക്ഷെ ഒരു പോലീസുകാരനെ അടിക്കുമ്പോഴത്തേക്ക് അവരെ അതിനകത്ത് വേറെ കേസ് അല്ല. ഈ സെയിം സംഭവമാണ്. ഞാൻ എല്ലാ പോലീസുകാരെയും മോശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നമ്മൾ കളിച്ചിറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ട്. നമ്മൾ കളിയൊക്കെ കാണുമ്പോൾ വന്ന് മക്കളെ കൊള്ളാടെ ഇങ്ങനെ വരണമെന്നുണ്ട്. അങ്ങനെ നമുക്കറിയാവുന്ന ഇഷ്ടം പോലെ പേരുണ്ട്, ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ നമ്മൾ ഈ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഇപ്പൊ ഇവര് പറഞ്ഞല്ലോ എന്തിനാ തല്ലിയെന്ന് അറിയാത്ത രീതിയിൽ തല്ലിയെന്നൊക്കെ പറഞ്ഞല്ലോ. നമ്മൾ കോളേജിൽ പഠിക്കുന്ന ടൈമില് നമ്മള് സ്കൂട്ടറിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പൊ അറിയാലോ വിഷയമൊക്കെ. നമ്മുടെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. നേരെ കയറി വന്നിട്ട് ഞങ്ങളുടെ ഒരു കാര്യമില്ല, അയാളാണെങ്കിൽ അടിച്ച് എന്തോ സാധനം അടിച്ചിട്ടാണോ നിൽക്കുന്നത് നമുക്കറിയത്തില്ല. അതുപോലായിരുന്നു പുള്ളിയുടെ ഒരു പെരുമാറ്റമൊക്കെ. നേരെ കയറി വന്ന് നമ്മളത് അന്നത്തെ പ്രായത്തിന്റെ ചോരത്തിളപ്പ് തന്നെയാണ്. നമ്മൾ നേരെ അയാൾക്ക് കൊണ്ട് ക്രോസ് വെച്ചിട്ട് നമ്മൾ എന്താണെന്ന് ചോദിച്ചിട്ട് പുള്ളി നേരെ ഇറങ്ങി വന്നിട്ട് ഞങ്ങളുടെ താക്കോൽ ഊരിയെടുത്ത്. കാര്യം നമ്മുടെ അടുത്ത് അത്ര റോങ് ആയിട്ട് നമ്മൾ മര്യാദയ്ക്ക് നമ്മൾ സ്കൂട്ടറിൽ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് ഒരാവശ്യമില്ലാതെ വന്ന് ഇങ്ങോട്ട് വള്ളി ഉണ്ടാക്കിയാണ്. അപ്പം നേരെ നമുക്ക് ആ ഒരു തിളപ്പിന്റെ പുറത്ത് നമ്മൾ ഇതാക്കി. അത് ഇറങ്ങി വന്നിട്ട് പുള്ളി താക്കോൽ ഊരിയെടുത്ത് ഞങ്ങൾ പിന്നെ 1-2 പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കാര്യങ്ങളൊക്കെ ആയി. നാട്ടുകാരെല്ലാം കൂടെ അവിടെ കൂടി വന്നപ്പോൾ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി അയാളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. കാര്യം നമ്മൾ കോളേജിൽ പോയ പിള്ളേരാണ്. നമ്മുടെ അടുത്ത് ഒരാവശ്യമില്ലാതെ ഇങ്ങോട്ട് വന്ന് മെക്കിട്ട് കയറിയിട്ട് ആവശ്യമില്ലാത്ത വള്ളി ഉണ്ടാക്കിയത് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അപ്പോൾ പോലീസുകാരെ വിളിക്കാനൊക്കെ കൊണ്ട് വേറെ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കാനൊക്കെ കൊണ്ട് നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ ഇയാളാണെങ്കിൽ വേണ്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഒന്നും വിളിക്കേണ്ടെന്ന് ഇയാൾ പറഞ്ഞു. എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അയാൾ പോയതാണ്. കാര്യം നാട്ടുകാർ വന്ന് കൂടിയപ്പം നാട്ടുകാരെല്ലാവരും സാക്ഷി പറഞ്ഞ് നിൽക്കുവാണ്. കാര്യം ഈ ഇങ്ങനത്തെ പോലീസുകാരാന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ ഷർട്ടൊക്കെ വലിച്ചേറി അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാർ അങ്ങനെ പറഞ്ഞാണ്. പിറ്റേ ദിവസം ഇയാളാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിപ്പിച്ചേക്കുന്നത്. അന്ന് വൈകിട്ട് പോയി ഇയാൾ അഡ്മിറ്റ് ആയിട്ട് ഞാനന്ന് അഡ്മിറ്റ് ആവാനെ കൊണ്ട് പോയതാണ്. ഇയാൾക്കെതിരെ കേസ് കൊടുക്കാനെ കൊണ്ട് പിന്നെ വള്ളിയൊന്നും വേണ്ടെന്ന് വിചാരിച്ച് വിട്ടാണ്. നേരെ പിറ്റേ ദിവസം ആണെങ്കിൽ ഇയാൾ വിളിപ്പിച്ചിട്ട് അങ്ങനെ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ സാധനം നേരെ ഉൾട്ടടിച്ച് എൻ്റെ ഷർട്ടൊക്കെ വലിച്ച് കീറി ഇയാൾ ഇത്രയും കാണിച്ചിട്ട് നമ്മളും അങ്ങോട്ട് പണി കൊടുത്തില്ലാന്ന് നമ്മൾ പറയുന്നില്ല. ഷർട്ടൊക്കെ വലിച്ച് കീറിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അവിടെ ചെന്നപ്പം ബാക്കി പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ചിട്ട് ഇയാൾ എന്തോ പറയുന്നറിയോ, അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു കൊടുത്ത് ഇവൻ്റെയൊക്കെ ഷർട്ട് വലിച്ചു വിട്ടിട്ടില്ല. അപ്പോൾ ആ പോലീസുകാരനാണെങ്കിൽ എന്താ പറയുക, പോലീസുകാരനെതിരെ അപ്പോൾ ആൾക്കാർ എല്ലാം തിരിഞ്ഞുള്ളൂ അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി നാട്ടുകാർ പറഞ്ഞു എന്താന്ന് പറയാം. അയാളാണ് ഞങ്ങളുടെ ഷർട്ടൊക്കെ വലിച്ചു കൂടി. നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. കൂട്ടുകാരനെ തള്ളിയാണെങ്കിൽ താഴെ ഒരു റബ്ബർ തോട്ടിലിട്ട് അങ്ങനെ കുറച്ച് വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും അത് കഴിഞ്ഞിട്ട് അപ്പോഴും എല്ലാ പോലീസുകാരും മോശമായിട്ട് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 18 സ്റ്റേഡിയത്തിൽ നമ്മൾ മറ്റു വിഷയം അറിയാലോ. അവിടെ നമുക്ക് മറ്റൊരു ഇതുപോലെ ഒരു കേസ് ഉണ്ടായ ടൈമിലാണെങ്കിൽ നമ്മൾ സ്റ്റേഷനിൽ പോകേണ്ടി വന്നപ്പോൾ
പോലീസുകാർക്ക് മനസ്സിലായി നമ്മുടെ ഭാഗത്താണ് ന്യായം, നമ്മളായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മുടെ മണ്ടയ്ക്ക് മെക്കിട്ട് കയറാൻ വന്നതിന്റെ പേരിൽ നമ്മൾ പ്രതികരിച്ചാണെന്നുള്ള പോലീസുകാർക്ക് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം സ്റ്റേഷനിൽ ചെന്നപ്പോൾ നമ്മുടെ അടുത്ത് വളരെ മാന്യമായിട്ട് നമ്മുടെ അടുത്ത് അത്രയും കംഫർട്ടബിൾ ആയിട്ട് പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട്. അപ്പോൾ ഈ ഒരു സേനയുടെ മാത്രം പ്രശ്നമില്ല, ഈ ഓരോ സേനയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഇത്തരം ചില കീടങ്ങളായിട്ടുള്ള ഇത്തരം ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഇത്തരം ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ഈ ഒരു സേനയ്ക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്നത്. അത്തരം ആൾക്കാരെ കണ്ടെത്തി തുടച്ചു മാറ്റുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അധികാരത്തിന്റെ ഒരു ധാർഷ്ട്യം അതിനകത്ത് വരുന്നത്. അതായത് മിക്കപ്പോഴും അവർക്ക് പവർ ഉണ്ട്, അവർക്ക് എന്ത് വേണേ ചെയ്യാം. അല്ല, ഈ പോലീസുകാരൻ ഈ SI അധികാരത്തിന്റെ പവർ കാണിക്കുന്ന ഒരു സ്കീമുണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഈ വിഷയത്തിന് തന്നെ വേറൊരു ഇതുകൂടെ ഉണ്ടോ, വേറൊരു ഫേസ് കൂടെ ഉണ്ട്. അതായത് മദ്യപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മദ്യം വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് അലമ്പ് ഉണ്ടാക്കിയ ടീംസ് ഉണ്ട്, അവരെ മാറ്റാൻ വേണ്ടിയിട്ട് പോലീസുകാരെ വിളിച്ചെന്ന് ഈ നമ്മുടെ ബാറുകാർ പറയുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഇവരും പെടുന്നുണ്ടെന്നുള്ളൊരു വേറൊരു ഫേസ് ഉണ്ട്, അതുകൂടെ അങ്ങോട്ട് വെക്കാം. ചികിത്സ തേടിയവർ ഉന്നയിച്ച ആരോപണങ്ങൾ, ബാറിന് സമീപം എത്താനിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം എന്നിവ പൂർണ്ണ അർത്ഥത്തിൽ വിശ്വാസയോഗ്യമല്ലെന്ന് സൂചിപ്പിക്കുന്നതാണ് CCTV ദൃശ്യങ്ങളുടെ പൂർണ്ണരൂപം. രാത്രി 10:47 പരാതിക്കാർ ബാറിന് സമീപം എത്തുന്നത്. ദമ്പതികൾ പുറത്തു നിൽക്കുമ്പോൾ ഒപ്പം വന്ന ബന്ധുക്കളിൽ ചിലർ ബാറിലേക്ക് പോകുന്നു. വാതിലിന് സമീപം ജീവനക്കാരോട് സംസാരിച്ച ശേഷം പുറത്തേക്ക് വരുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇതിനിടെ മദ്യം ആവശ്യപ്പെട്ടെത്തിയ ചെറുപ്പക്കാരിൽ ചിലർ വാഹനങ്ങളിൽ കടന്നു പോകുന്നുണ്ട്. ശേഷമാണ് ഇവർ പിരിയുന്നത്. 10:45 പോലീസ് സ്ഥലത്തെത്തി. വണ്ടി നിർത്തിയതും ലാത്തി പ്രയോഗിക്കുകയായിരുന്നു. ഭാര്യയുടെ കൈപിടിച്ചു പോകുന്ന യുവാവിന് പിന്നാലെ ലാത്തി ഓങ്ങിപ്പോകുന്ന പോലീസുകാരനെയും ദൃശ്യങ്ങളിൽ കാണാം. അല്ല, ഇതിനകത്ത് വേറൊരു സാധനങ്ങളുണ്ട്. അതായത് ഈ പോലീസുകാരാണെങ്കിൽ FIR-നകത്താണെങ്കിൽ ഈ ടൈമിന്റെ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് കുറച്ച് സ്കീം ഇറക്കുന്നുണ്ട്. അതായത് ഈ പരാതി കൊടുത്ത ആൾക്കാരില്ലേ, അവരെ പെടുത്താനും കൂടെ ഒരു സ്കീം കൊടുത്തൊരു പരിപാടികളുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവരും ഇതിനകത്ത് പ്രതികളാണ്. അതായത് ഈ അലമ്പുണ്ടാക്കാൻ വന്ന കൂട്ടത്തിൽ ഇവര് ഉള്ളതാണ് എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ അറിയാൻ മേലാത്തൊരു കാര്യം ചോട്ടെ, നമ്മുടെ നാട്ടിൽ ഈ ബാറാണെങ്കിലും ബിവറേജിലാണെങ്കിലും നമ്മൾ മുല്ലപ്പൂ വാങ്ങാനാണോ ഇതെല്ലാം തുറന്നു വെച്ചേക്കുന്നത്? ഈ സാധനം ലീഗലി കൊടുക്കുന്ന സാധനമാണ്. ഇത് എന്തായാലും ആലോചിച്ച് നോക്ക്, ഒരു ബാറിൽ കയറി ഒരു സാധനം എടുക്കാൻ ഇവർ പോയി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ പോയി, ഓക്കെ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വെച്ച് ഇത് കുറ്റമല്ലോ? നമ്മുടെ ഏതെങ്കിലും നിയമത്തിൽ പറയുന്നുണ്ടോ ബാറിൽ പോയിട്ട് ഒരു സാധനം എടുക്കുന്നത് കുറ്റമാണെന്ന് പറയുന്നുണ്ടോ? സാധനം എടുക്കാൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തല്ലിച്ചതച്ച് അവശയാക്കുകയാണോ വേണ്ടത്? അങ്ങനെ എന്ത് റൈറ്റ് ആണ് കൊടുക്കുന്നത്? അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ എന്ത് തോന്നിയ ദിവസം കാണിക്കുക? അയാൾക്ക് എല്ലാവരും അല്ല പറയുന്നത്, ആ ഒരാൾക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കുക എന്നുള്ളതാണോ? ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ പത്തനംതിട്ട ബാറുകളുടെ കാര്യം നിനക്കറിയാലോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 11 മണി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 11 മണി വരെയാണ് മാക്സിമം ബ്ലാക്കിന് സാധനം വിൽക്കുന്നുണ്ട്. ഹേഡയിലെ നൈറ്റ് ഇത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബാക്കി 2-3 ബാറിലൊക്കെ ഇതുപോലെ രാത്രി ഈ ഒരു ടൈം ക്ലോസിംഗ് ടൈം കഴിഞ്ഞിട്ടും കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം അങ്ങനെ കൊടുക്കുന്നത് ആണെന്ന് വിചാരിച്ചിട്ട് ഒരുപക്ഷെ അങ്ങനെ വന്നിട്ടുള്ളതായിരിക്കും, അതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് പ്രശ്നം വെച്ചാൽ ഈ വീഡിയോ കാണുന്നതിനകത്ത് ഒന്നിനകത്ത് ഒരു പോലീസ് വന്ന് ലാത്തി എടുത്ത് അടിക്കാൻ മാത്രമുള്ള പ്രശ്നമില്ല. അവര് സമാധാനത്തോടെ നിൽക്കുകയാണ്. അവിടെ തർക്കങ്ങളുണ്ടായിരുന്നു. അതിന് തർക്കം ഉണ്ടായെങ്കിൽ പോലീസുകാർ നമ്മള് കണ്ടിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വരുന്നു, സാറുമാര് വരുന്നു, സംസാരിച്ചിട്ട് അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനേ പറയത്തുള്ളൂ. അല്ല ആദ്യം തന്നെ രാത്രി ഈ ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ രാത്രി എടുത്തിറങ്ങണ്ട, അതെന്താ പരിപാടിയാണ്? അത് മാത്രമല്ല, ഇപ്പം ബാറിൽ കയറിയിട്ട് കുറെ ആൾക്കാർ ഇറങ്ങി വരുമല്ലോ. ഈ കയറിയിട്ട് ഇറങ്ങി വരുന്നവരെ കണ്ടുകൊണ്ട് പോലീസുകാർ കുറച്ച് ടീംസ്, എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് ടീംസ് ഇനി ചൊറിച്ചിലുള്ളവന്മാരുണ്ട്. ഈ ബാറിന്റെ ഫ്രണ്ട് കീഴി വന്ന് കിടക്കും. ഈ ഇറങ്ങുന്നവന്മാരെ നോക്കിയിട്ട് എന്തെങ്കിലും വള്ളി പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന, മെയിൻലി ഈ പറയുന്ന ഏതെങ്കിലും ബൈക്കിലൊക്കെ ഇറങ്ങി വരുന്നവന്മാരെ പെറ്റിയടിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അങ്ങനെയുള്ളവരല്ല പറയുന്നത്. നടന്നിറങ്ങി വരുന്ന ഒരു അപ്പച്ചനെ ഒരു ദിവസം ഒരു പോലീസുകാരൻ കയറി ചോദിക്കാൻ പോയി. നമ്മുടെ കുമ്പയുടെ ബാർ വെച്ചിട്ട് ഞാൻ ഒരു സ്കൂട്ടറിൽ പോയായിരുന്നു. ഒരു അപ്പച്ചനെ ആണെങ്കിൽ ചുമ്മാ ഒരു ആവശ്യമില്ല ബാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചൊറിയാൻ പോയി ഒരു പോലീസുകാരെ കണ്ട്. അപ്പം അതുപോലത്തുള്ള കുറച്ച് ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കുക, ബാറിൽ സാധനം വാങ്ങാൻ പോയെന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ അടിക്കാനെ കൊണ്ട് എന്ത് അധികാരമാണ് ഉള്ളത്? പിന്നെ ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ നിയമത്തിൽ പറഞ്ഞേക്കുന്ന സാധനമാണ്. ഇപ്പം ഇവരിങ്ങനെ അവരത് വാങ്ങാൻ വേണ്ടി പോയതാണ് എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. ഇപ്പം അങ്ങനെ പോയെന്നിരുന്നാൽ കൂടി നിയമത്തിൽ പറഞ്ഞേക്കുന്ന സാധനമല്ല അവരും ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ലല്ലോ ഈ സാധനം ബാറിൽ ഈ ടൈമിലൊന്നും പോയി വാങ്ങരുതെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇവർ ബാറുകാരെ തന്നെ തുറന്ന് കൊടുക്കുന്ന കുറച്ച് ടൈപ്പ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് ബാറുകാർ എങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യം കൂടെ നിങ്ങൾ പോലീസുകാരെ നോക്കേണ്ടതാണ്. രാത്രി അവസാനം ഇങ്ങനെ മാത്രമല്ല ഇപ്പൊ അതിനകത്ത് ഈ അടി കൊണ്ട ആൾക്കാരുണ്ടല്ലോ, അതിന്റെ കൂടെ വന്നവരാണ് ബാറിൽ കയറി സാധനം വാങ്ങിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അടി കൊണ്ടുവരും. അപ്പൊ കട്ടവനെ കിട്ടിയവനെ കട്ടവനാക്കുന്ന പരിപാടി അത് പണ്ടുതൊട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അങ്ങനല്ലല്ലോ വേണ്ടേ. ഒരു സ്ഥലത്ത് വന്നാ ചുമ്മാ ചാടി കയറി തല്ലാനും കൊല്ലാനും നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇനി ഈ പോലീസുകാരനില്ലേ ഈ ജിനു എന്ന് പറയുന്ന ഈ SI ട്രാൻസ്ഫർ ഇട്ടേക്കുന്നത്, ഇനി ആ പോലീസുകാരനെ കുറിച്ചിട്ടുള്ള നമുക്ക് പരിശോധിക്കാം. അയാളുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അയാളുടെ ഒരു പെരുമാറ്റം ഈ ഒരു സേനയിൽ എങ്ങനെയാണെന്നുള്ളത്. സസ്പെൻഷനിലുള്ള SI JU ജിനു മുൻപ് കസ്റ്റഡിയിലെടുത്ത ചിലരെ മർദ്ദിച്ചതായി ആക്ഷേപങ്ങളുണ്ട്.
ഇവരിൽ ചിലർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ ജിനു എന്ന് പറയുന്ന SI ആണെങ്കിൽ കസ്റ്റഡിയുള്ള ആൾക്കാരെ നല്ല രീതിയിൽ മർദ്ദിക്കുന്ന അങ്ങനത്തെ കുറച്ച് സ്കീം ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടെന്ന് അതിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് വരുന്നുണ്ട്. ഓക്കെ, അയാൾക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഓൾറെഡി തന്നെ ഉണ്ട്. ഇതുപോലെ വരുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് പൊട്ടിക്കുന്ന ഒരു പരിപാടി ഇയാൾക്കുണ്ട്. പത്തനംതിട്ടയിൽ സ്ത്രീകളടക്കമുള്ള യാത്രക്കാരെ ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ സസ്പെൻഷനിലായ SIക്ക് +2 വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയത് ഒരാഴ്ച മുൻപ്. ജനുവരി 28-നായിരുന്നു ഈ സംഭവം. പത്തനംതിട്ട സ്റ്റാൻഡിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്നതായി ഫോൺ സന്ദേശം കിട്ടിയതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയപ്പോഴായിരുന്നു SIക്ക് യുവാവിൻ്റെ ആക്രമണം നേരിടേണ്ടി വന്നത്. വൈകിട്ട് 5 മണിക്കായിരുന്നു ഈ സംഭവം. സ്ഥലത്ത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഇയാളെ SIയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു. പേരുവിവരം ചോദിച്ച SIയോട് തട്ടിക്കയറി സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അക്രമാസക്തനാവുകയായിരുന്നു. കേസിൽ ജിബിൻ ബിജു എന്ന യുവാവിനെയാണ് പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത്. SI ജിനുവിനെ കയ്യേറ്റം ചെയ്യുകയും തള്ളി താഴെയിട്ട ശേഷം കമ്പെടുത്ത് തലയ്ക്ക് പിന്നിൽ അടിക്കുകയും യൂണിഫോം വലിച്ചു പൊട്ടിക്കുകയും ചെയ്തു. കൂടുതൽ പോലീസ് എത്തി ഇയാളെ നിയന്ത്രണത്തിലാക്കിയാണ് പിന്നീട് സ്റ്റേഷനിൽ എത്തിച്ചത്. അന്ന് SI ജിനു ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. SIയുടെ മൊഴി പ്രകാരം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ദേഹോപദ്രവം ഏൽപ്പിച്ചതിനും യുവാവിനെതിരെ കേസുമെടുത്തിരുന്നു. +2 വിദ്യാർത്ഥികളെ എന്ന് വരെ പൊട്ടിരി കിട്ടിയേക്കുന്ന ഒരു ടീമാണ് ഇയാൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പത്തനംതിട്ടയിൽ ആ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ ഓൾറെഡി ഈ പറയുന്ന പിങ്ക് പോലീസ് ലൈക്ക് ലേഡി ഓഫീസേഴ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ ഉള്ളതാണ്. കാര്യം നമ്മുടെ അറിയാലോ, നേരത്തെ പത്തനംതിട്ടയിൽ 64 പേര് പീഡിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ കേസ് വന്നതിന് ശേഷം സ്റ്റാൻഡിൽ അങ്ങനെ കുറച്ചുകൂടെ ആൾക്കാർ സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അത് വളരെ നല്ലത് തന്നെയാണ്. എന്ന് വെച്ചിട്ട് അവിടെ നിൽക്കുന്ന പിള്ളേരുടെ അടുത്തൊക്കെ ആവശ്യമില്ലാതെ ഈ ചൊറിച്ചിലിന് പോകുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റാത്തതുമാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞത്, എനിക്കിപ്പോ ഈ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങൾ കുത്തിപ്പോകുന്നത് സ്വാഭാവികമാണ്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ കറക്റ്റ് ആണ്, ഏതൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പുള്ളിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല. ഇപ്പോൾ ഒരാൾ താഴെ വീഴുമ്പോൾ എല്ലാം കൂടെ കല്ലെറിയുന്നത് സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഇതിനകത്തിപ്പോ ഈ പയ്യന്റെ കേസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയത്തില്ല, നീ പറഞ്ഞ ഓക്കെയാണ്, പക്ഷേ അവന്റെ ഭാഗത്തേക്ക് മിസ്റ്റേക്ക് അല്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എടാ ഇയാൾക്ക് ഓൾറെഡി ഇയാൾക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. വരുന്നവരെയൊക്കെ മർദ്ദിക്കുക എന്ന പോലത്തെ ഒരു സ്കീമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അന്നത്തെ വിഷയം നമ്മൾ ഈ ഒരു ചൊഹരത്തളപ്പിന് ഓർത്ത് അന്നൊക്കെ പറ്റിപ്പോയതാണ്. അന്ന് നമുക്ക് വിഷയങ്ങൾ പറ്റിപ്പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അവനും ഈ പറയുന്ന നല്ല ചോരത്തളപ്പാണ്. അപ്പം പോരാത്തതിന് സ്റ്റുഡന്റ് ആണ്, വലിയ കേസ് കാര്യങ്ങൾ അങ്ങനത്തെ വലിയ വള്ളി അവന് വരൂല എന്നുള്ളത് അറിയാം. പോരാത്തതിന് ഒരു ശരി അവന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ പോലീസ് എന്നല്ല ആര് പറഞ്ഞാലും നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലീസ് എന്നല്ല ആര് പറഞ്ഞാലും നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരല്ലേ. തെറ്റ് ചെയ്തെങ്കിൽ നമ്മൾ ഇതുപോലെ ശിക്ഷിക്കപ്പെട്ടാൽ പോരെ. ഇത് കഴിഞ്ഞിട്ട് കമന്റ് ബോക്സ് എന്നൊരു സാധനം, SI ഒരു റീൽസ് താരമാണ്, സാധാരണക്കാരുടെ മെക്കിട്ട് കയറുമെന്ന്, എന്നിട്ട് അത് മാസ് BGM ഒക്കെ ഇട്ട് റീൽസ് ആക്കി ഇൻസ്റ്റാഗ്രാമിലെ വിവിധ പോലീസ് ഗ്രൂപ്പുകളിലിടും. അതാണ് ആശാന്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞിട്ടേക്കുന്ന ഒരു കമന്റ് ആണ്. ഇനി ഞാൻ ഇയാളുടെ ഒരു റീൽസ് പത്തനംതിട്ടയുടെ ഒഫീഷ്യൽ പേജിൽ വന്നൊരു സാധനമാണ്. ഇയാളുടെ അക്കൗണ്ട് നോക്കിയിട്ട് കിട്ടിയില്ല. പേജിൽ വന്നൊരു സാധനം ഞാൻ ഇങ്ങോട്ട് വെക്കാം. മോനെ മാസ്, സൂപ്പർ മാസ് കാണിച്ചാൽ. ഇപ്പം ഇതിനകത്ത് കമന്റ് ബോക്സിൽ ഒരു കമന്റ് വായിക്കാവേ. ഇവനല്ലേ ആ കൊണയടിയൻ SI, പട്ടിഷോ മലരൻ, ആള് മാറി അടിച്ച ചെറ്റ. ആൾക്കാർ സ്പോട്ട് ചെയ്തു, വീഡിയോ കണ്ടത് ആൾക്കാർ സ്പോട്ട് ചെയ്തു, ഇന്ന ആളാന്ന് മനസ്സിലായി. ഓക്കെ, ഉണ്ടായ സംഭവങ്ങളിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മദ്യം വാങ്ങാനെത്തി ശല്യം ചെയ്തു എന്ന ബാർ ജീവനക്കാരന്റെ മൊഴി അടിസ്ഥാനപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത കേസാണ് ഇതിൽ ഒന്നാമത്തേത്. കണ്ടാലറിയാവുന്ന 10 പേർ പ്രതികൾ. ലാത്തിയടിയേറ്റ് ചികിത്സ തേടിയ ചിലരും ഇതിൽ പ്രതികളാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഈ കണ്ടാൽ അറിയാവുന്ന 10 പേര് അങ്ങനത്തുള്ള കേസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ ആണെങ്കിൽ ഇതുപോലെ മർദ്ദിക്കാൻ വന്നു. ഓക്കെ, ശരി, പോലീസ് ഉദ്യോഗസ്ഥരെ ചെയ്താണ് ഇങ്ങനെ അലമ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പോലീസ് ഇങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തു. വളരെ അടിപൊളി നമുക്ക് പറയാം. എപ്പോഴാണെന്നറിയാവോ, ഇവിടെ നമ്മുടെ നാട്ടിലെ ഓരോ പീഡന കേസുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ പത്തനംതിട്ടയിൽ തന്നെ നടന്നിട്ടുള്ള എത്ര പീഡന കേസുണ്ട്. അത് കഴിഞ്ഞിട്ട് അടൂര് ഒരു മന്ത്രവാദി ഇതിനകത്തൊരു പീഡന കേസിൽ പെട്ട ഒരു സംഭവം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത്തരമുള്ള ആൾക്കാരെയൊക്കെ എന്താണ് ഈ പറയുന്ന പോലെ ക്രൂരമായിട്ട് ഇതുപോലെ മർദ്ദിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാത്തത്? അവരെയൊക്കെ പൊന്നുപോലെ സൂക്ഷിക്കും, അങ്ങനെ കൊണ്ട് നടക്കും. ഇങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ള ഇത്തരം ആൾക്കാരെ, ഓക്കെ, മദ്യം വാങ്ങാൻ പോയതിന്റെ പേരിലാണ് തല്ലിയെന്ന് പറയുകയാണെങ്കിൽ കൂടി, നമ്മുടെ നാട്ടിൽ നിയമപരമായിട്ട് കൊടുത്തേക്കുന്ന സാധനം വാങ്ങാൻ പോയതിന്റെ പേരിലല്ലേ ഈ പറയുന്ന പോലെ ചെയ്തേക്കുന്നത്. ഇപ്പം ആ ഒരു ലേഡി എന്തായാലും ബാറി കയറിയിട്ട് ആ ഒരു ലേഡി ചെയ്യില്ല, നമ്മുടെ നാട്ടിൻപുറമാണ്, ആ രീതിയിലൊന്നും അധികം ആരും അങ്ങനെ പോവില്ല. ഇപ്പൊ അങ്ങനെ പോയാൽ തന്നെ എന്താണ് പ്രശ്നം? ഇത് സംഭവം പുള്ളിയുടെ ഭാഗത്താണ്. ഈ സംഭവത്തിൽ പുള്ളിയുടെ ഭാഗത്ത് തന്നെയാണ്. പുള്ളിയുടെ മാത്രമല്ല, പുള്ളിയുടെ കൂടെ ഉള്ള എല്ലാവരുടെയും മിസ്റ്റേക്ക് തന്നെയാണ് അത്. കാരണം ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ
വന്ന് തല്ലാൻ ഏതവന്റെ മോനാണെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് അവന്മാര് അത് എന്തിന്റെ പേരിലാണെന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളോടൊന്നും അങ്ങനെ പേടിപ്പിക്കുക, അങ്ങനെ കാണിക്കാൻ പാടില്ല. ആണുങ്ങളാണെങ്കിൽ നമുക്ക് പോട്ടെ, നമുക്ക് ഇങ്ങനെ പോടാന്ന് പറഞ്ഞ് നിൽക്കാം. നമ്മുടെ നാട്ടില് കുറച്ച് ഒതുങ്ങി കഴിയുന്ന സ്ത്രീകളോട് അത് ഏത് നാട്ടിലായാലും സ്ത്രീകളോടുള്ള ഉപദ്രവം നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കഷായം ഗ്രീഷ്മനെ വരെ റാങ്ക് ഹോൾഡറാന്നും പറഞ്ഞുകൊണ്ട് പൊക്കി പിടിച്ച് നടത്തുകയാണ്. അവർക്ക് വധശിക്ഷ വിധിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് മറ്റേ കമാൽ പാഷയെ പോലുള്ള റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് ഒക്കെ ആണെങ്കിൽ അവള് റാങ്ക് ഹോൾഡർ അല്ലേ, 90% മാർഗവാശിൽ അങ്ങനെ പൊന്നേ പോയ കറലയിന്ന് പിടിച്ചോണ്ട് നടക്കുകയാണ്. അപ്പം ഇവിടെ ഒരു ലേഡി ഈ പറഞ്ഞാൽ അവരുടെ കൂടെ പോയി അതിനകത്ത് പോലും കയറിയിട്ടില്ല, ബാറിന് ആ വെളിയിൽ നിൽക്കുകയാണ്. പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ തൊട്ട് സൈഡിൽ അപ്പുറത്ത് വേറെ നിപ്പുണ്ട്. അവിടോട്ടൊന്നുമല്ല എന്താണ് പ്രശ്നമെന്നോ കാര്യങ്ങളൊന്നും തിരക്കാനോ ചോദിക്കാനോ വരാതെ നേരെ വന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, ഒരു ദാക്ഷിണ്യം ഇല്ലാതെ. ആ ചേച്ചിയുടെ ഒക്കെ തലയ്ക്കും അവിടെ ഇവിടെയൊക്കെ നല്ല പൊട്ടിരി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആലോചിക്കൂടെ, ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടത് ഈ പോലീസുകാരനാണെങ്കിലും എന്താണെങ്കിലും. ഞാൻ ഇപ്പോഴും റിപ്പീറ്റ്ലി പറയുകയാണ്, അതായത് എല്ലാ പോലീസുകാരെ അല്ല നമ്മൾ പറയുന്നത്, ഒരുപാട് നല്ലവരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമുക്കറിയാം. പത്തനംതിട്ട സ്റ്റേഷനിൽ തന്നെയുള്ള നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇത്തരം ചില കീടങ്ങളാണ് ഈ ഒരു സേനയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നത്. ഇത്തരം ആൾക്കാരെ സേനയിൽ നിന്ന് എന്ത് ചെയ്യേണ്ട, ഡിസ്മിസ് ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ തൊട്ടടുത്തുള്ള സ്ഥലത്തോട്ട്. ഇത് ഡിസ്മിസൽ എന്നുള്ള പരിപാടിയൊക്കെ വെറുതെ അത് ഇപ്പോ നടത്തൂല, പ്രായോഗികമല്ല. പ്രശ്നം ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യുമ്പോൾ തന്നെ തൂക്കിക്കൊല്ലാൻ പറയുന്ന അങ്ങനത്തെ പരിപാടി പോലെ. അതായത് അവന്റെ മിസ്റ്റേക്ക് മനസ്സിലാവണം, അതിനുള്ള പണിഷ്മെന്റ്, അതിനുള്ള കാര്യങ്ങൾ അവൻ ചെയ്യണം. അതോ ഇനി ഇപ്പൊ 10-30 വയസ്സായി കാണും, എന്തായാലും അവന്റെ ചിന്തയൊന്നും മാറ്റാൻ പോകുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് അതിന് തക്കതായ ഒരു ശിക്ഷ കിട്ടും. അല്ലാതെ 3 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള സ്ഥലം മാറ്റിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. വെൻ യു ആർ ഡൂയിങ് സംതിങ് റോങ്, യു നീഡ് ടു ഗിവ് ദം ദ കറക്റ്റ് പണിഷ്മെന്റ്. അവർക്കത് മനസ്സിലാവും. എന്തായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വരാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. ശരി ബൈ.